ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു, ഇറാനെ നശിപ്പിച്ചു, സൈനികമായി ഇല്ലാതാക്കി എന്നൊക്കെയാണ് യുദ്ധത്തെക്കുറിച്ച് US അവകാശപ്പെടുന്നത്. US-ന്റെയും പെന്റഗണിന്റെയും അവകാശവാദങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന സംശയങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അമേരിക്കയുടെ അവകാശവാദത്തിൽ യുദ്ധവാർത്തകൾ നിരന്തരം വീക്ഷിക്കുന്ന വിശകലന വിദഗ്ധർക്കും അന്താരാഷ്ട്ര വിദഗ്ധർക്കും സംശയമുണ്ടായേക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അമേരിക്കയുടെ സ്വന്തം വൈസ് പ്രസിഡന്റിന് തന്നെ പ്രതിരോധ വകുപ്പിന് വിശ്വാസമില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് കൗതുകം തോന്നുന്നത്. ഇറാൻ യുദ്ധത്തിലെ അവകാശവാദങ്ങളെക്കുറിച്ച് പെന്റഗണും US വൈസ് പ്രസിഡന്റും രണ്ട് തട്ടിലാണ്. യുദ്ധത്തിന്റെ വിജയത്തെക്കുറിച്ച് പെന്റഗൺ ഉന്നയിച്ച അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുകയാണ് JD വാൻസ്. പ്രതിരോധ മന്ത്രാലയത്തിലെ കണക്കുകളിലെ പൊരുത്തക്കേടുകളിൽ വാൻസിന് സംശയമുണ്ട്. ഊതിപ്പെരിപ്പിച്ച് അമിത ആത്മവിശ്വാസം ട്രംപിന് നൽകുന്ന തരത്തിലാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ജനറൽ ഡാൻ കെയ്നും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് വാൻസിന്റെ സംശയം. യുദ്ധത്തിൽ ഇറാനെതിരെ അമേരിക്കയുടേത് വൻ വിജയങ്ങളും ഇറാന്റെ നാവിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നുമൊക്കെയാണ് പീറ്റ് ഹെക്സത്തും ജനറൽ ഡാൻ കെയ്നും അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യത്തിന് നേരെ വിപരീതമാണോ എന്ന സംശയം വാൻസ് ഉന്നയിക്കുന്നത് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ്. യുദ്ധത്തിൽ അമേരിക്കയുടെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വൻതോതിൽ ശോഷണം സംഭവിച്ചു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ഇറാന്റെ സൈനിക ശേഷി ഇപ്പോഴും പൂർണ്ണമായും തകർന്നിട്ടില്ല എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇവ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടുകളും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അവകാശവാദങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വാൻസിനെ ആശങ്കാകുലനാക്കുന്നത്. അവകാശവാദത്തിന് പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണോ എന്നാണ് വാൻസിന്റെ ചോദ്യം. അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ കൺമുന്നിലുണ്ട് താനും. കരുത്തരായ ഒളിപ്പോർ വിമാനങ്ങൾ അടക്കം തകർക്കപ്പെട്ടത് ഉൾപ്പെടെ അമേരിക്കയ്ക്കേറ്റ നഷ്ടങ്ങൾ പരിശോധിക്കുമ്പോഴും അടുത്തിടെ തങ്ങളുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതും അടക്കം പരിശോധിച്ചാൽ വാൻസിന്റെ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാകും. അമേരിക്കൻ ഭരണതലത്തിൽ ഭിന്നത കൂടുതൽ മറനീക്കി പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. പുറത്ത് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണവും JD വാൻസ് നടത്തിയിട്ടില്ല എങ്കിലും US-ന്റെ രഹസ്യ യോഗങ്ങളിൽ വാൻസ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനെ ഹെക്സത്തും ഡാൻ കെയ്നും തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന ആശങ്ക വാൻസിനുണ്ട്. 8 ആഴ്ച തുടർച്ചയായി നീണ്ടുനിന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ മിസൈൽ ശേഖരം പകുതിയിലധികവും ഉപയോഗിച്ചു കഴിഞ്ഞതായി 2 ദിവസം മുൻപാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. സമീപ ഭാവിയിൽ ചൈനയോ റഷ്യയോ പോലെ വമ്പൻ കരുത്തുള്ള രാഷ്ട്രങ്ങൾ ആക്രമണത്തിന് വന്നാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്ന സംശയം രഹസ്യ യോഗങ്ങളിൽ വാൻസ് പങ്കുവച്ചിട്ടുമുണ്ട്. പരസ്യമായി ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലും വാൻസ് ഹെക്സത്തിനെതിരെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. പക്ഷേ രഹസ്യയോഗങ്ങളിൽ വാൻസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ട്രംപ് ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതയുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. 6 ആഴ്ച കൊണ്ട് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. എന്നാൽ പെന്റഗൺ റിപ്പോർട്ടിന് ഘടകവിരുദ്ധമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. വലിയ ഭീഷണി ഉയർത്താൻ കഴിവുള്ള മിസൈലുകളും ബോട്ടുകളും ഇറാന്റെ പക്കൽ അവശേഷിക്കുന്നുണ്ടത്രേ. അതുപയോഗിച്ചാണ് അവർ ഹോർമൂസിൽ ഉപരോധം തീർക്കുന്നത്. മാത്രമല്ല ഇറാന്റെ വ്യോമസേനയുടെ 2/3 ഭാഗവും ഇപ്പോഴും സുരക്ഷിതമാണ്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് സത്യമാണ് എങ്കിൽ അമേരിക്കയ്ക്ക് ഒരിക്കലും വിജയം അവകാശപ്പെടാനാകില്ല. മാത്രമല്ല അമേരിക്കയുടെ സുപ്രധാന ടോമോഹാക് ക്രൂയിസ് മിസൈലുകളും താഡ് പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളും അടക്കം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് പുനരുദ്ധരിക്കാൻ ഏറെക്കുറെ 4 മുതൽ 5 വർഷം വരെ കാലതാമസമെടുക്കും. സാമ്പത്തിക ബാധ്യത വേറെയും. ഇറാന്റെ വ്യോമാതിർത്തിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്നൊക്കെ പെന്റഗൺ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആഭ്യന്തര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കടുത്ത ജാഗ്രത വേണമെന്നാണ്. ഇറാന്റെ വ്യോമസേനയുടെ വലിയൊരു ഭാഗവും മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളും ഇപ്പോഴും സുരക്ഷിതമാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഇറാന്റെ നാവിക കരുത്തും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. പീറ്റ് ഹെക്സത്ത് ട്രംപിന് അമിത ആത്മവിശ്വാസം നൽകുകയാണ്. ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഹെക്സത്ത് എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. ടെലിവിഷൻ ചാനൽ രംഗത്ത് ഹെക്സത്തിനുള്ള മുൻപരിചയം വെച്ച് അദ്ദേഹം ട്രംപിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. തന്നെ ഒന്ന് പൊക്കിപ്പറഞ്ഞാൽ ബഹുത് ഖുഷി ആകുന്ന ട്രംപാകത്തെ ഹെക്സത്തിന്റെ വലയിൽ വീഴുകയും ചെയ്യും. പക്ഷേ മറുവശത്ത് വൈസ് പ്രസിഡന്റ് വാൻസിനെ പോലെയുള്ളവർ യുദ്ധത്തിന്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചും ആശങ്കാകുലരാകുകയാണ്.
അതേസമയം ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നും ഇറാൻ വലിയ തകർച്ചയെ നേരിടുകയാണ് എന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഭരണകൂടം നിലവിൽ കടുത്ത നേതൃത്വ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ തന്നെ പറഞ്ഞതായും ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ തന്റെ സഹായം തേടി ഇറാൻ തന്നെ സമീപിച്ചിരുന്നുവെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പീറ്റ് ഹെക്സറ്റ് അടക്കമുള്ള പ്രതിരോധ വിദഗ്ധർ നൽകുന്ന വിവരങ്ങൾ വിശ്വസിച്ചാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഹെക്സറ്റിന്റെയും ഡാൻ കെയ്നിന്റെയും പൊള്ളയായ അവകാശവാദങ്ങൾ ട്രംപിനെയും അമേരിക്കയെയും തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന സംശയം വാൻസിന് ഉണ്ടാകാൻ കാരണവും അതുതന്നെയാണ്. ഇതിനിടയിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക പുലർത്തുന്ന സ്വയം മേധാവിത്വം ഇനി നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റസ തലായി നിക് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്ക് ഇനി സാധിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ സ്വതന്ത്ര രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് SCOയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ് എന്നുകൂടി റസ തലായി നിക് പറയുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയായാണ് ഈ വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ ഹോർമുസിനെ ഏതെല്ലാം തരത്തിൽ വിലപേശലിനായി ഉപയോഗിക്കാമെന്നാണ് ഇറാൻ ചിന്തിക്കുന്നത്. ഇതിന് തെളിവാണ് ഹോർമൂസ് വഴി കടന്നുപോകുന്ന സമുദ്രാന്തര കേബിളുകളും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങൾ വഴി ഇന്ത്യക്കും മറ്റു പല രാജ്യങ്ങൾക്കും അതിപ്രധാനമായ കേബിളുകളാണ് ഹോർമൂസിന്റെ കടലിനടിയിലൂടെ കടന്നുപോകുന്നത്. ഇവ ആക്രമിച്ചാൽ വാണിജ്യം തടസ്സപ്പെടുമെന്ന് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ മന്ദഗതിയിലാകാനും അതുവഴി സാമ്പത്തിക പ്രതിസന്ധി വരുത്താനും സാധിക്കും. UAEയും സൗദി അറേബ്യയും അടക്കമുള്ള GCC രാജ്യങ്ങൾ എണ്ണയ്ക്കുമേൽ ആശ്രയം കുറയ്ക്കാൻ ശതകോടികളാണ് AI രംഗത്തും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം തിരിച്ചടിയായിരിക്കും കേബിൾ ആക്രമണം. ദക്ഷിണപൂർവേഷ്യയെ ഈജിപ്ത് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് 1 എന്ന കേബിൾ ശൃംഖലയാണ് സമുദ്രാന്തര കേബിളുകളിൽ പ്രധാനമായ ഒന്ന്. ഇന്ത്യ, ശ്രീലങ്ക എന്നിവയെ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഫാൽക്കൺ ശൃംഖല, ഇറാനുമായി ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗൾഫ് ബ്രിഡ്ജ് ഇന്റർനാഷണൽ കേബിൾ സിസ്റ്റം തുടങ്ങി പുതുതായി ഒരുങ്ങുന്നവയടക്കം പല തന്ത്രപ്രധാന കേബിൾ ശൃംഖലകളും ഇവിടെയുണ്ട്. അവ ആക്രമിച്ചാൽ നിരവധി രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാമെന്നിരിക്കെ എണ്ണ പ്രകൃതിവാതക നീക്കം തടഞ്ഞതുപോലെ ഒരു വിലപേശൽ രാഷ്ട്രീയമായാണ് ഇറാൻ കേബിളുകളെയും കാണുന്നത്. 2014ലും 2025നും ഇടയിൽ ഈ കേബിൾ ശൃംഖലകളുടെ എണ്ണം കുത്തനെ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം പലപ്പോഴും ഇത് തകരാറിലാകുന്ന സംഭവങ്ങളുമുണ്ട്. ഓരോ വർഷവും 150 മുതൽ 200 സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മത്സ്യബന്ധന ബോട്ടുകളും കപ്പലുകളും നങ്കൂരമിടുമ്പോൾ സംഭവിക്കുന്ന അപ്രതീക്ഷിത അപകടങ്ങളാണ് ഇവയിലേറെയും. എന്നാൽ ബോധപൂർവം ആക്രമണം നടന്നാൽ സ്ഥിതി കൈവിട്ടു പോകും. ഗൾഫ് രാജ്യങ്ങളിലെ ആമസോൺ വെബ് സർവീസ് ഡാറ്റാ സെന്ററുകളിലടക്കം ആക്രമണം നടത്തിയ ഇറാൻ ഇതുവരെയും ഡാറ്റാ കേബിളുകൾ ആക്രമിച്ചിട്ടില്ല. നിലവിൽ യാത്ര മുടങ്ങി ഇരുവശത്തും നങ്കൂരമിട്ട എണ്ണമറ്റ കപ്പലുകൾ നങ്കൂരമുയർത്തുമ്പോൾ കേബിളുകൾ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. കടലിലെ സൈനിക നീക്കങ്ങളിൽ ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ ഇതിലേറെ വരും. ആ അർത്ഥത്തിൽ കേബിൾ ആക്രമണം എന്നത് ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെ ഇറാൻ കാണുന്നുമുണ്ട്. ഹോർമൂസ് തുറന്നുകൊണ്ടുള്ള വെടിനിർത്തലിന് ഇറാന്റെ നിർദ്ദേശം അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള ഇറാന്റെ സമ്മർദ്ദമായി കേബിൾ ആക്രമണ മുന്നറിയിപ്പിനെ കാണണം. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം US അവസാനിപ്പിക്കുകയും വേണം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായേക്കില്ല എന്നാണ് വിവരം. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നതാണ് സ്ഥിരമായ വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം.